അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദിന് റൂമിലെത്തിയിട്ടും ഉറക്കം തന്നെ കിട്ടുന്നില്ല. ഉസ്താദ് തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. നൂർ ഫാത്തിമ ചോദിച്ചു, നാഫിക്ക എന്തു പറ്റി? അല്ലെങ്കിൽ ICUവിൽ കുറച്ച് സമയം നിന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ ക്ഷീണിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോവല്ലോ. ഇന്നെന്തെങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്? എന്തു പറ്റി? നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ മുടിയിഴകളിലൂടെ തലോടി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ ഒരു അസ്വസ്ഥത? പക്ഷേ ഉസ്താദിന് തലേ ദിവസം ആ സിസ്റ്റർ പറഞ്ഞതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അതെ, സിസ്റ്റർ പറഞ്ഞിരുന്നു, ഇക്ക നിങ്ങളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന്. എന്നാലും എന്തായിരിക്കും അവൾ പറയാൻ നിൽക്കുന്നത്? എന്തെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു സുഖമില്ല. പക്ഷേ അവളുടെ വാക്ക് കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. കാരണം അവൾ ആ രീതിയിലുള്ള ടൈപ്പാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു രഹസ്യമാണ്, ഇതറിയാതിരിക്കാൻ പറ്റില്ല, ഉസ്താദിന് തന്നെ പ്രശ്നം ഉണ്ടാകുന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലേറെ അറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം കൂടുന്നുമുണ്ട്. പക്ഷേ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ എനിക്ക് ശരിക്കും തോന്നുന്നില്ല. ആദ്യമൊക്കെ സംസാരം കേട്ടപ്പോൾ വിചാരിച്ചിരുന്നു നല്ലതാണെന്ന്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, എനിക്ക് അങ്ങയോട് എന്തൊക്കെയോ ഒരു ആകർഷണീയത തോന്നുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഉസ്താദിന് ആ ഭാഗം തന്നെ വെറുത്തുപോയി. ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള, ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു സിസ്റ്ററല്ല അത് എന്ന് മനസ്സിലായി. അല്ലെങ്കിലും പലർക്കും പല സ്വഭാവം ഉണ്ടാവുമല്ലോ. സാധാരണയായി മനുഷ്യത്വമുള്ള, മനുഷ്യസ്നേഹിയായ എന്നൊക്കെ പറയും. പക്ഷേ ഇത് അല്പം കൂടിയ ടൈപ്പാണ്. മാലാഖമാർ എന്ന് വിശേഷിക്കപ്പെട്ട ആ ഒരു നേഴ്സുമാരെ കുറിച്ച് പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലോ പറയാറുള്ളത്, അത്രക്കും കാരുണ്യത്തിൻ്റെ ആളുകൾ എന്നൊക്കെ. പക്ഷേ ഇത് എന്തെന്നറിയില്ല, ആ പേരിനൊന്നും ഒരിക്കലും യോജിക്കുന്ന പോലുമില്ല. ഏകദേശം സമയം 4 മണി, തഹജ്ജുദിൻ്റെ സമയമായി. ഉസ്താദ് തഹജ്ജുദ് നമസ്കരിച്ച് നേരെ ഉമ്മയുടെ അടുക്കിലേക്ക്, ICUവിലേക്ക്. ഉമ്മ, എൻ്റെ ഉമ്മ എത്ര ദിവസമായില്ലേ? ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ രാത്രി പോയി കിടക്കുന്നത്. ഒരിക്കലും എനിക്ക് ഉപ്പയെ തനിച്ചാക്കി പോകാൻ താല്പര്യം ഉണ്ടായിരുന്നല്ല. മോനെ, അത് നീ ശ്രദ്ധിക്കണ്ടേ? നിൻ്റെ കൂടെയുള്ളത് ആരാ? ഗർഭിണിയായൊരു പെണ്ണാണ്. അവൾ നമ്മെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്നതാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് കെയർ ചെയ്യണം. നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല. ആ ഒരു സമയത്ത് എന്തൊക്കെ തന്നെയായാലും നിൻ്റെ കൂടെ കിടക്കുന്നതായിരിക്കും അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോനെ രാത്രി നിന്നെ അങ്ങ് പറഞ്ഞു വിടുന്നത്. എന്തായാലും 4 മണിക്ക് എണീക്കുമല്ലോ. നീ ആണെങ്കിൽ ആ കൃത്യസമയത്ത് എണീറ്റ് ഇവിടെ എത്തും ചെയ്യും. പിന്നെ ഇപ്പം എന്താ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല മോനെ. എന്തൊക്കെ തന്നെയായാലും ഞാൻ നിൽക്കുന്നത് ഉപ്പയുടെ അടുക്കൽ തന്നെയല്ലേ. അപ്പോൾ നീ എന്തായാലും നൂർ ഫാത്തിമയുടെ അടുക്കൽ നിൽക്കണം. അല്ലാതെ ഇവിടെ നിൽക്കണ്ടേ, ഇപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ഒരുമിച്ച് എപ്പോഴും നിൽക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഉമ്മ ശ്രമിക്കുന്നതും. കുറച്ച് സമയം നാഫിമോൻ ICUവിൽ നിന്നാൽ തന്നെ ഉമ്മക്ക് ഒരു ടെൻഷനാണ്. ഉമ്മ പെട്ടെന്ന് വരും. ഉമ്മ അതാ റൂമിലേക്ക് പോകുന്നു. അന്നും പതിവ് പോലെ സിസ്റ്റർ എത്തുന്നു. ഒരു കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു, ഉമ്മക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലേ? ഇക്കാക്ക് പകലും ഡ്യൂട്ടി അല്ലേ? എന്തായാലും ഉമ്മ നല്ലതാണ് തിരഞ്ഞെടുത്തത്. അത് കേട്ടപ്പോൾ ഉസ്താദിന് ശരിക്കും എന്തൊക്കെയോ ഒരു വിഷമം തോന്നി. തന്നെ എന്തോ തട്ടി പറയുന്ന പോലെ ഉസ്താദിന് മനസ്സിലായി. ഉസ്താദ് അതിനൊന്നും മിണ്ടിയില്ല. എന്താ ഇക്ക, ഇന്നൊരു കനത്തിലാണല്ലോ, എന്തു പറ്റി? ഹേയ് ഒന്നുമില്ല. അതല്ല, ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എനിക്കിതുവരെയായിട്ട് അതിനൊരു ചാൻസ് തന്നില്ല കേട്ടോ. ഒരിക്കലും ഞാൻ നിങ്ങൾ ചതിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഞാനുള്ള കാര്യം ശരിക്കും കറക്റ്റായിട്ട് പറയും. പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് പേടിച്ചിട്ടാണ്, നിങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരുന്നത്. അത് കേട്ടപ്പോൾ ഉസ്താദ് ഞെട്ടിപ്പോയി. എന്ത് കാര്യമായിരിക്കും ഇവൾ പറയാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഉസ്താദിൻ്റെ ചോദ്യചിഹ്നമായ നോട്ടം. അതെ, പിന്നെ
പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് നടക്കൂല. ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു, അല്ലാതെ പിന്നെ എങ്ങോട്ട് പോവാൻ? സിസ്റ്ററെ, നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് പറയാം. അതിനെന്താ ഇത്രമാത്രം രഹസ്യം? ഹേയ്, എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നല്ലൊരു ഷോക്കായിരിക്കും. അത് പറയാതിരുന്നാലേ ഒരു ഷോക്കും ഉണ്ടാവില്ല, നിങ്ങളൊന്നും അറിയൂല്ല. പിന്നെയായിരിക്കും ദുഃഖിക്കേണ്ടി വരിക. അതെ, ആദ്യം തന്നെ ഞാൻ കാര്യം പറയാം. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതൊന്ന് പ്രകടിപ്പിച്ചൂടെ എന്ന് എനിക്ക് നല്ല സന്തോഷത്തിൽ പറയാലോ. എപ്പോഴും ഇക്കയെ കാണുമ്പോൾ ശരിക്കും മസിൽ പിടിച്ച പോലെയാണ് എനിക്ക് തോന്നുക. കാരണം ഒന്നുമല്ല കേട്ടോ, അത് എന്നോടുള്ള ഒരു ഇതായിരിക്കില്ലേ. ഉസ്താദിന് അവളുടെ സംസാരം തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹേ സിസ്റ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് പറയാം. അതിനപ്പുറത്തേക്കായിട്ട് ഞാൻ വരുന്നില്ല. അതെ പൊന്നാരെ സാറേ, ഇവിടെ വെച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് ICU ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ പിതാവാണ് കിടക്കുന്നത്. ഏത് നിമിഷവും അദ്ദേഹത്തിന് ഓർമ്മ വരും, പറഞ്ഞതെല്ലാം കേൾക്കും. അത് പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമായി തീരും ഉപ്പ കേട്ട് കഴിഞ്ഞാൽ. എന്തിനാണ് അതിന് കൂടുതലായിട്ട് ടെൻഷനാക്കുന്നത്? അതിനേക്കാളും നല്ലത് ഒറ്റയ്ക്കൊന്ന് നിങ്ങളെ കിട്ടണം, നിങ്ങളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നുമല്ല, കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടി മാത്രം. ശരിക്കും ഉസ്താദിന് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് അതാ ഉമ്മ എത്തി. ഉസ്താദ് പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അതാ അവൾ അവിടെ കാത്തു നിൽക്കുന്നു. ഉസ്താദിനെ കണ്ടതും, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചൂടെ? എന്തിന്? അല്ലേ, ഞാൻ ആ കാര്യമൊന്നും പറയാം. അതിനു വേണ്ടിയിട്ട് മാത്രം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരിക്കലും. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. എന്തോ കേൾക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ഉസ്താദ് പറഞ്ഞു, പറഞ്ഞോളൂ. ഹേയ്, ഇവിടെ വെച്ചോ? ഈ വഴിയിൽ വെച്ചൊക്കെ പറഞ്ഞാലേ ദാ അല്പം നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. എന്തിനെക്കുറിച്ചാണ് ഇവൾ പറയുന്നത്? എന്താണ് ഇത്ര അപകടം എന്നതിനെക്കുറിച്ചറിയാൻ ചെറിയൊരു ആഗ്രഹം ഉസ്താദിനുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവൾ പറഞ്ഞ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പറയൂ വേഗം, എനിക്ക് ഉപ്പയുടെ അടുക്കൽ പോകാനുള്ളതാണ്. ഇക്ക, നിങ്ങൾക്കെന്താ ഇത്രയധികം ധൃതി? ഒന്നുമല്ല, എനിക്ക് ചായ കൊണ്ടുവരാനുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ റൂമിൽ ഒറ്റക്കാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉപ്പയുടെ അടുക്കൽ പോകണം എല്ലാം. അതെ, നിങ്ങൾ ഭാര്യനെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ? നല്ല രീതിയിൽ സ്നേഹിക്കുമ്പോൾ തിരിച്ചും ഭാര്യയുടെ സ്നേഹം ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാവും. എന്ത് നടക്കാൻ? ഹേയ്, അതല്ല, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ചെറിയൊരു ക്ലൂ തന്നെന്ന് മാത്രം. എന്താ നിങ്ങൾ പറയുന്നത്? പ്ലീസ് ദയവായി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ഇപ്പം പോകാം. ഇക്ക, എന്താണ് ഇത്രമാത്രം ധൃതി? അതെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വൈഫ് വളരെയധികം സുന്ദരിയാണ് അല്ലേ? സുന്ദരിയാണ്, സുമുഖിയാണ്, സൽസ്വഭാവിയാണ്, എല്ലാം കൊണ്ട് നല്ലതാണ് അവൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ നിങ്ങളറിയാത്ത പല ബന്ധങ്ങളും നിങ്ങളുടെ വൈഫിനുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. എന്ത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ നോക്കില്ല. ഓരോരുത്തരെ കുറിച്ച് വെറുതെ ഓരോന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ. ഇക്ക, ദേഷ്യപ്പെടല്ലേ. എന്തിനാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഹീറ്റായത്? അല്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പൊള്ളൂല്ലേ? അവളെക്കുറിച്ച് പറഞ്ഞാൽ അതെനിക്കല്പം പൊള്ളൽ തന്നെ ഉണ്ടാക്കും. അതെന്താ ഇക്ക അങ്ങനെ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. നിങ്ങൾക്ക് അങ്ങോട്ട് കടലോളം സ്നേഹമുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാണ്, മാഷാ അല്ലാ. അതിനിടയ്ക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
അതേ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങളറിയാതെ മറ്റൊരു ബന്ധം നിങ്ങളുടെ വൈഫിനുണ്ട്. അത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. ദയവായി പ്ലീസ് ഈ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുന്ന സംസാരമൊന്നും നിങ്ങളിവിടെ പറയരുത്. ദയവായി. ഇനി സംശയം ഉണ്ടെങ്കിലേ നിങ്ങളുടെ വൈഫിൻ്റെ ഫോണൊക്കെ ഒന്ന് എടുത്ത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണ്ടേ. ഞാൻ പറഞ്ഞത് തെറ്റായെങ്കിൽ ഓക്കെ, പക്ഷേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നവള ആയിരിക്കും. അതൊക്കെ പുറത്തുള്ള സ്നേഹം മാത്രമാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്. പുറത്ത് സ്നേഹം ഭർത്താവിനോട്, ഉള്ളിൽ സ്നേഹം മറ്റൊരാളോട്. ആ രീതിയിലായിരിക്കും. എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയായാലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ളൊരു ബഹുമാനം കൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു എന്ന് മാത്രം. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉസ്താദിന് അത് കേട്ടപ്പോൾ ആകെ വിയർത്തുപോയി. കൈകാലുകൾ കുഴയുന്ന പോലെ, ഹൃദയമിടിപ്പ് കൂടിയ പോലെ. ഉസ്താദ് മറ്റൊന്നും ആലോചിച്ചില്ല. നേരെ റൂമിലേക്ക്. ഉസ്താദിൻ്റെ ആ ഒരു പോക്ക് കണ്ട് സിസ്റ്റർക്ക് മനസ്സിലായി, ഏറെക്കുറെ ഏറ്റിട്ടുണ്ട്. ആ ഒരു നടത്തം കണ്ടാൽ മനസ്സിലാകും. ശരിക്കും അദ്ദേഹത്തിൻ്റെ മുഖമങ്ങ് ചുവന്നു തുടുത്തു ഞാനതങ്ങ് പറഞ്ഞപ്പോൾ. ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്താണെന്നറിയില്ല. എന്തായാലും പോയിട്ടുണ്ട്. ഇനി വല്ലതുമൊക്കെ നടക്കും. ഉസ്താദ് ധൃതിയിലതാ റൂമിലെത്തുന്നു. വാതിൽ മുട്ടുന്നു. നൂർ ഫാത്തിമ, നൂർ ഫാത്തിമ. അവളതാ വാതിൽ തുറക്കുന്നു. ഇക്ക, നിങ്ങളെ എന്താ വൈകിയത്? ഞാൻ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ICUവിലേക്ക് പോയോ എന്ന് വിചാരിച്ചു. ഉസ്താദ് തണുത്ത കാലാവസ്ഥയായിട്ടും നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി നാഫിക്ക? ആകെ വിയർത്തിട്ടുണ്ടല്ലോ. കണ്ടില്ലേ, എൻ്റെ മുഖമൊക്കെ എങ്ങനെ ചുവന്നിരിക്കുന്നത്? എന്തു പറ്റി? ആ നൂർ ഫാത്തിമയുടെ മുഖത്ത് നോക്കി എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് ഉസ്താദിന് അറിയുന്നില്ല. അതെ, ശരിക്കും ഉസ്താദിന് സങ്കടവും ദേഷ്യവുമുണ്ട്. എന്നിൽ നിന്ന് എൻ്റെ നൂർ ഫാത്തിമ എന്തെങ്കിലും മറച്ചു വെക്കുമോ? ഹേയ്, എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിന് സഹതാപവുമുണ്ട്. ഉപ്പ പറഞ്ഞ ആ വാക്കുകളും ഓർമ്മ വരുന്നു. അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അതെ, ഇതൊക്കെ ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വിഷമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. അവർ വെറുതെ കെട്ടിച്ചമച്ചതാണോ ഉള്ളതാണോ ഒന്നും എനിക്കറിയുന്നില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ നൂർ ഫാത്തിമ എന്നെ ചതിക്കില്ല എന്നുള്ളത്. എങ്കിലും അവളോട് ചോദിക്കാതെ വയ്യല്ലോ. നൂർ ഫാത്തിമ. എന്താ നാഫിക്ക? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അത് കേട്ട് ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. എന്താ ഇക്ക? സത്യം പറയണം. എൻ്റെ മുഖത്ത് നോക്കി നീ സത്യം പറയണം. എന്നിൽ നിന്ന് നീ എന്താണ് മറച്ചു വെച്ചത്? എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമായതുകൊണ്ടാണ്. എന്തുണ്ടെങ്കിലും നാഫിക്കയോട് പറയണം എൻ്റെ മോള്. ഉസ്താദേ, ഹേയ്, ഒന്നുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്നുമില്ലേ? നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ലേ? നിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ ഒരു ഭയം നിൻ്റെ മനസ്സിലുണ്ട് എന്ന്. എന്തോ നീ മറച്ചു വെക്കുന്നുണ്ട്. നൂർ ഫാത്തിമക്ക് ഭയമായി. അവൾക്ക് തോന്നാണ്, പടച്ച റബ്ബേ, അതാ മനാഫിൻ്റെ കാര്യമായിരിക്കുമോ? പടച്ച റബ്ബേ, അവനെക്കുറിച്ചെങ്ങാനും ഉസ്താദിനോട് പറഞ്ഞാൽ നിൻ്റെ ഉസ്താദിനെ പിന്നെ വെച്ചേക്കില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയില്ല. ഉസ്താദേ, ഇല്ല, ഒന്നുമില്ല. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ നൂർ ഫാത്തിമ? നൂർ ഫാത്തിമ തല താഴ്ത്തി. മുഖത്ത് നോക്കി സംസാരിക്കണം എൻ്റെ നൂർ ഫാത്തിമ. ഞാൻ നിന്നോട് ഇതുവരെ ഒരു ചതിയും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്, അന്നും ഇന്നും. പക്ഷേ നീ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. നാഫിക്ക, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് മറച്ചു വെക്കുന്ന കാര്യമാണ്? ഒരിക്കലും എൻ്റെ ഹൃദയത്തിലേക്ക് ഹറാമായിട്ട്
ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ നാഫി ഉസ്താദിനെ നിക്കാഹ് കഴിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ അങ്ങ് മാത്രമാണ്. അല്ലാതെ മറ്റൊരു തെറ്റിലേക്കും ഞാൻ പോയിട്ടുമില്ല, പോകുകയുമില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ ശരിയാണ്. അതിനെല്ലാം എനിക്ക് നിന്നെ വിശ്വാസവുമാണ്. പക്ഷേ നീ എന്നിൽ നിന്ന് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്കറിയാം. നൂർ ഫാത്തിമ അത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഉസ്താദിനും വലിയൊരു ടെൻഷനാവുകയാണ്. തുറന്നു പറഞ്ഞാൽ ഉറപ്പാണ് അത് നേരെ മനാഫിനോട് ഉസ്താദ് വന്ന് ചോദിച്ച് അതൊരു വലിയ പ്രശ്നമാകും. പക്ഷേ പിന്നെ എൻ്റെ നാഫിക്ക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, തനിച്ചാകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനാഫിൻ്റെ കാര്യം തൽക്കാലം എൻ്റെ ഇക്ക അറിയണ്ട. എൻ്റെ നാഫിക്ക അറിഞ്ഞാൽ അതൊരു വലിയ തലവേദനയായിരിക്കും. ഹേയ് വേണ്ട, എൻ്റെ അടുക്കൽ വരാൻ വന്നു. ഇക്കയാണെന്ന് വിചാരിച്ച് ഞാൻ വാതിൽ തുറന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആ പോകുന്ന പോക്കിലാണ് അയാൾ പറഞ്ഞത്, ഇത് നീ എങ്ങാനും അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ ബാക്കി വച്ചേക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമാണ്. ഞാൻ പറയില്ല. എന്തൊക്കെ തന്നെയായാലും നൂർ ഫാത്തിമയുടെ മനസ്സിൽ ഭയവും സങ്കടവും ഒരുമിച്ച് വരികയാണ്. തൻ്റെ നാഫിക്ക, ഇക്ക, എൻ്റെ നാഫിക്ക. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൈകൾ പിടിക്കുന്നു. ശക്തമായി ഉസ്താദ കൈ വലിക്കുന്നു. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞ് ആ കവിളിലൂടെ ആ കണ്ണുനീർ ഉറ്റി വീണത് നേരെ ഉസ്താദിൻ്റെ കാലിൽ. ഒരു നിമിഷം ഉസ്താദൊന്ന് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ കണ്ണുനീർ എൻ്റെ കാലിൽ ഉറ്റിയത്, അല്ലാ, എൻ്റെ ഉപ്പ പറഞ്ഞ കാര്യം ഉസ്താദ് അപ്പോഴും ഓർത്തു. അവളെ നീ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഉസ്താദിന് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുമുഖവും വല്ലാതെ അങ്ങ് ചുവന്നിരിക്കുന്നു. എൻ്റെ നൂർ ഫാത്തിമ എന്നോട് എന്തായിരിക്കും മറച്ചു വെക്കുന്നത്? ആ സിസ്റ്റർ എന്നെ വിളിച്ച് ഇന്നലെ തുടങ്ങിയ പറച്ചിലാണ്. അതെന്താണ് പൂർത്തിയായത്? അതിനെക്കുറിച്ച് എന്തായിരിക്കും അവൾ എന്നോട് മറച്ചു വെക്കുന്നത്? നൂർ ഫാത്തിമയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഒന്നും സംഭവിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളത് മറച്ചു വെക്കുന്നത്. നാഫി ഉസ്താദ് പള്ളിയിൽ പോയ ആ ഒരു സമയത്ത് മനാഫ് വന്ന് നൂർ ഫാത്തിമയുടെ വാതിലിൽ മുട്ടി വിളിച്ചത്. പുറത്ത് പറഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല എന്നുള്ള ആ ഒരു വാക്കിന്മേലാണ് നൂർ ഫാത്തിമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ എത്ര തന്നെ സഹിച്ചാലും എത്ര തന്നെ വിഷമിച്ചാലും എൻ്റെ ഇക്കാക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് ഒന്നും പറ്റരുത്, ഒന്നും സംഭവിക്കരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാ, അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചത്. അല്ലാതെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടല്ല. അവൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉസ്താദിനും നല്ല വിഷമമായി. ഉസ്താദ് അതാ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ ഉമ്മയുടെ അടുക്കലേക്ക്. ഉമ്മ, ഞാൻ ചായ വാങ്ങിയിട്ടില്ല, വാങ്ങിയിട്ട് വരാട്ടോ. എന്ത് പറ്റി മോനെ? എന്താ മുഖമൊക്കെ ഒന്നായിട്ട് ചോന്നിരിക്കുന്നല്ലോ? കണ്ണും മുഖമൊക്കെ ചോന്നിരിക്കുന്നു. എന്താ തലവേദന ഉണ്ടോ? ഇല്ല ഉമ്മ. മനസ്സിനുള്ളിൽ കടൽ ആർത്തിരമ്പുകയാണ് ഉസ്താദിൻ്റെ. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്, തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്? അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു രഹസ്യബന്ധം ഉണ്ടാകുമോ? ആ സിസ്റ്റർ പറഞ്ഞ ആ ഒരു വാക്ക്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമായിരിക്കും എന്നുള്ളത്. ഹേയ്, എങ്കിലും എനിക്കറിയുന്നില്ല. ഉസ്താദ് ഫുഡ് വാങ്ങാൻ ഹോട്ടലിലേക്ക് പോകുന്നു. ഫുഡൊക്കെ വാങ്ങി തിരിച്ച് അതാ ഉമ്മയെ വിളിച്ച് കൊണ്ടുവന്നു. ഉമ്മ, പോയി കഴിച്ചോളൂ റൂമിൽ. മോനെ, നീയും നൂർമോളും ആദ്യം കഴിക്ക്, എന്നിട്ട് ഞാൻ വരാം. അല്ലുമ്മ, ഞാൻ ഇവിടെ നിന്നോളാം. ഉമ്മ ഫുഡുമായിട്ട് അതാ റൂമിലേക്ക് പോകുന്നു. നൂർ ഫാത്തിമയുടെ റൂമിൽ മുട്ടി വിളിക്കുന്നു. നൂർമോളെ, നൂർമോളെ. ഉമ്മയുടെ ആ ഒരു വിളി, അതെ, നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവൾ
തൻ്റെ ഷാളുകൊണ്ട് ആ കണ്ണീർ തുടച്ചു. മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വരുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. തൻ്റെ ഭർത്താവ് എന്നെ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അതവൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. തുറന്നു പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടമാകും. തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നൂർ ഫാത്തിമ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഉമ്മ വീണ്ടും മുട്ടി വിളിച്ചപ്പോഴേക്കും അതാ നൂർ ഫാത്തിമ വാതിൽ തുറന്നു. മുഖം അവൾ തിരിച്ചു. മോളെ എന്നാ വേഗം കഴിച്ചോ. ഞാൻ പറഞ്ഞു നാഫിനോട് മോനെ പോയിട്ട് രണ്ടുപേരും ഫുഡ് കഴിച്ചോളി, എന്നിട്ട് ഉമ്മ പൊയ്ക്കോളാന്ന്. ഓൻ കേട്ടില്ല. ഓന് പിന്നെ ICUക്ക് പോയി. എന്നാ മോളെ കഴിക്ക്. ഉമ്മ അതാ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കഴുകി അതാ ചായയും കടിയും കറിയുമെല്ലാം അവൾക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഉമ്മ മതി. നൂർ ഫാത്തിമക്ക് ശരിക്കും കൈകാലുകളെല്ലാം വിറക്കുന്ന പോലെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവളുടെ വിശപ്പെല്ലാം പോയിരുന്നു. ഒരു ദോശ ഇട്ടപ്പോൾ തന്നെ അത് മുഴുവനാക്കി കഴിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. ഉമ്മ അവളോട് പറഞ്ഞു, എൻ്റെ പൊന്നു നൂർ ഫാത്തിമ, എൻ്റെ മോള് വേഗം ഒന്ന് കഴിക്ക്. നീ മാത്രമല്ലല്ലോ, ഒരു കുഞ്ഞും കൂടി വളരുന്നുണ്ടല്ലോ എൻ്റെ വയറ്റിൽ. അതിനെന്തെങ്കിലും കിട്ടണ്ടേ? തള്ളാരെന്തെങ്കിലും തിന്നാലല്ലേ കുട്ടികൾക്ക് കിട്ടുള്ളൂ. പഠിച്ചോനെ 5-ാം മാസം ആയിക്കണ്, ആർക്ക് കടന്നു തുടങ്ങിയിക്കണ്. എന്നിട്ടും ഇപ്പം എന്താ ഒന്ന് ഭക്ഷണം ഒന്ന് ശരിക്കും കഴിച്ചെങ്കിലല്ലേ. ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അല്ല മോളെ, എന്താ കണ്ണൊക്കെ ആകെ വീങ്ങിയ പോലൊക്കെ? നാഫിമോൻ്റെ ഉണ്ടല്ലോ, ഓനക്കെന്താ പനി ഉണ്ടോയെന്ന് വിചാരിച്ചു. മോൾക്കെന്താ? മോളെ ഈ ഒരു സമയം കേട്ടോ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗർഭസമയം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ടൈമിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുട്ടിക്കും കൂടി ബാധിക്കും. അത് ഈ മറക്കരുത് കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഉപ്പ അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് എപ്പോഴും എൻ്റെ പിന്നാലങ്ങ് നടക്കുക അത് ഇതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നൂർ ഫാത്തിമ ആ ഭക്ഷണം തന്നെ കഴിച്ച് തീരെ കഴിയുന്നില്ല. ഉമ്മ പറഞ്ഞു, ഞാൻ നാഫിയെ വിളിച്ച് വരാട്ടോ, എന്നാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളൂ. അങ്ങനെയാകുമ്പോൾ കുറച്ചെങ്കിലും കഴിക്കാൻ കഴിയുമായിരിക്കും. ഉമ്മ അതൊന്നുമല്ല. പിന്നെ എന്തെന്നാ വേഗം കഴിച്ചോടും മോളെ. നൂർ ഫാത്തിമ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടം പിടിച്ചു വെക്കുകയാണ്. എന്നാലും തൻ്റെ നാഫിക്ക എന്നോട് ചോദിച്ചത്, നീ എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന്. എൻ്റെ നാഫിക്ക എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ? വേറെ മനസ്സിനുള്ളിൽ വേറെ ഏതെങ്കിലും ആളുണ്ടാവും എന്നെങ്ങാനും കരുതിയിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല റബ്ബേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നാഫി ഉസ്താദ് വരുന്നു. ഉമ്മ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉസ്താദ് അകത്തേക്ക് കയറി. ഉസ്താദ് അകത്തേക്ക് കയറി നൂർ ഫാത്തിമയുടെ മുഖത്തേക്കല്ലാത്ത ഭാഗത്തേക്ക് നോക്കി ഒരു ചെയറിൽ ഇരിക്കുകയാണ്. നാഫിക്ക ഇതാ കഴിച്ചോളൂ. നൂർ ഫാത്തിമ നാഫി ഉസ്താദിനുള്ള ഫുഡ് വിളമ്പി കൊടുക്കുന്നു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം, ഇപ്പോൾ എനിക്ക് വിശപ്പില്ല. നാഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടി. നാഫിക്ക എന്താണ്, എന്ത് പറ്റി നിങ്ങൾക്ക്? നൂർ ഫാത്തിമയ്ക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം. പഠിച്ചവനെ, ആ സിസ്റ്റർ പെണ്ണെങ്ങാനും എൻ്റെ ഇക്കയെ വശത്താക്കിയോ എന്നൊരു സംശയം. അങ്ങനെയാകുമ്പോൾ എന്നോടുള്ള സ്നേഹം കുറയുമല്ലോ. എനിക്കറിയുന്നില്ല. ഹേയ്, എൻ്റെ ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇക്ക എന്ത് പറ്റി? നൂർ ഫാത്തിമ ദയോടെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. വരൂ, ഭക്ഷണം കഴിക്കുക. നിങ്ങളെന്ത് കഴിക്കാത്തേ? നൂർ ഫാത്തിമ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, എനിക്ക് വിശപ്പില്ല. പിന്നെ എന്തിനാ നാഫിക്ക ഇതെല്ലാം വാങ്ങിയിട്ട് വന്നത്? എനിക്ക് തന്നെ കഴിക്കാൻ കഴിയായിട്ട് ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു. ഉസ്താദ് തല താഴ്ത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് നൂർ ഫാത്തിമ ശരിക്കും ശ്രദ്ധിച്ചു. നാഫിക്ക എന്ത് പറ്റി? എന്ത് പറ്റിയത്? ഇതിനപ്പുറം ഇനി എന്ത് പറ്റാനാ? നൂർ ഫാത്തിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തെന്നറിയില്ല, നാഫിക്കയുടെ മനസ്സിൽ എന്തോ ഒന്ന് പെട്ടിട്ടുണ്ട്. ആരോ എന്തോ ഒന്ന് നല്ല ഡോസിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, കാത്തു രക്ഷിക്കണേ റബ്ബേ. നൂർ ഫാത്തിമ കണ്ണീരോടെ ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.